നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. UK ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രിട്ടൻ എന്ന മുദ്രകുത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണവായുധങ്ങൾ കൈവശമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനാണ് എന്ന പരിഹാസവും നെതന്യാഹു ഉന്നയിച്ചു. ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ എത്തുന്നത് തടയാനുള്ള തങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രതികരണം. ആണവായുധങ്ങൾ കൈവശമുള്ള ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ബ്രിട്ടനാണെന്ന തമാശ പറയാറുണ്ട്. അതുപോലെ മറ്റു രാജ്യമായി ഇറാനെ മാറ്റാതെ തടയുകയാണ് ലക്ഷ്യം കാര്യമാണ് നെതന്യാഹു വ്യക്തമാക്കിയത്. കഴിഞ്ഞ വർഷം മുതൽ UK ഇസ്രായേൽ ബന്ധം വഷളാകാൻ തുടങ്ങിയിരുന്നു. ഗാസയിലെ യുദ്ധവും ബ്രിട്ടൻ പലസ്തീനെ തുടങ്ങിയ രാജ്യമായി അംഗീകരിച്ചതും പ്രധാന വിഷയങ്ങളാണ്. കെയർ സ്റ്റാമർ ഹമാസിനെ സുഖിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും നെതന്യാഹുവിനെ നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. അതേസമയം കൂടുതൽ ഗാസ പ്രേമം വിളമ്പുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പുതിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേണം വ്യക്തമാക്കി. ബ്രിട്ടനിലെ മുസ്ലിം വോട്ടർമാർ ലേബറിനെ കൈവിട്ട് മുസ്ലിം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന പ്രതിഭാസം കണ്ടതോടെയാണ് ബേൺഹാം വിഷയത്തിൽ കൂടുതൽ അനുകൂല നിലപാട് കൈക്കൊള്ളുന്നത്. പൈപ്പ് ചോർച്ചയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ബ്രിട്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിലെ യാത്രാ തടസ്സം. സെൻട്രൽ ടെർമിനൽ മേഖലയിലുണ്ടായ വെള്ളക്കെട്ട് കാരണം ടെർമിനൽ 2-3 ഭാഗങ്ങളിലേക്കുള്ള റോഡ് പ്രവേശനം താൽക്കാലികമായി തടസ്സപ്പെട്ടതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. യാത്രക്കാർ റെയിൽ, ലണ്ടൻ അണ്ടർഗ്രൗണ്ട് സേവനങ്ങൾ ഉപയോഗിക്കാമെന്നും നിർദ്ദേശം. ടെർമിനൽ കാർ പാർക്കുകളിലേക്കുള്ള പ്രവേശനം ബാധിക്കപ്പെട്ടതോടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന പലർക്കും ബുദ്ധിമുട്ട് നേരിടുകയാണ്. ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയതായും അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുന്നതായുമാണ് ഹീത്രൂ വക്താവ് അറിയിച്ചത്. സ്കൂൾ അവധിക്കാലമായതിനാൽ വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ സമയങ്ങളിലൊന്നാണ് ഈ തടസ്സം ഉണ്ടായിരിക്കുന്നത്. വിമാനയാത്രയ്ക്ക് എത്തുന്നവർ അധിക സമയം കരുതണമെന്നും അനാവശ്യ റോഡ് യാത്രകൾ ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യാത്ര മുടങ്ങാനോ വിമാനം നഷ്ടമാകാനോ സാധ്യതയുള്ളവർ ഉടൻ തന്നെ എയർലൈൻ കമ്പനികളുമായി ബന്ധപ്പെടണമെന്നും ബുക്കിംഗ് നടത്തിയവർ റീഫണ്ട് അല്ലെങ്കിൽ ബുക്കിംഗ് മാറ്റം സംബന്ധിച്ച സേവനദാതാക്കളെ സമീപിക്കണമെന്നും സംഘടന നിർദ്ദേശിച്ചു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം തുടരുന്നതോടെ ബ്രിട്ടനിൽ മോർഗേജ് ചിലവുകൾ വീണ്ടും വർദ്ധിക്കുകയാണ്. ഭവന ഉടമകളെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയായി മാറുന്നു. പ്രത്യേകിച്ച് റീമോർഗേജ് ചെയ്യുന്നവർക്കാണ് ബാധ്യത കുതിച്ചുയരുന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മോർഗേജ് നിരക്കുകൾ പതിയെ വർദ്ധിക്കുന്നുണ്ട്. 5 വർഷത്തെ ശരാശരി ഫിക്സഡ് ഡീലുകളുടെ നിരക്ക് ജൂലൈയിൽ 5.66% ഉയർന്നതായാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. കൂടാതെ 2 വർഷത്തെ ഫിക്സഡ് റെസിഡൻഷ്യൽ മോർഗേജ് റേറ്റ് ഇപ്പോൾ 5.6%-ലുമാണ്. കഴിഞ്ഞ വർഷം യഥാക്രമം 5%-വും 4.96%-വും ഉണ്ടായിരുന്ന ഇടത്താണ് ഈ കുതിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇറാൻ യുദ്ധത്തിൽ ഇടക്കാല വെടിനിർത്തൽ പ്രഖ്യാപിച്ച ജൂണിൽ നിരക്ക് താഴ്ന്നുവെങ്കിലും ഹോർമൂസ് കടലിനെ കേന്ദ്രീകരിച്ച് സംഘർഷം തുടർന്നത് തിരിച്ചടിയായി. സമാധാന ചർച്ചകൾ വഴിമുട്ടിയതോടെ പണപ്പെരുപ്പവും പലിശ നിരക്കും വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്. ഈ വർഷം ഏകദേശം 7.5 ലക്ഷം ഭവനങ്ങളുടെ ഫിക്സഡ് റേറ്റ് ഡീലുകളുടെ കാലാവധി പൂർത്തിയാകും. 3%-ന് താഴെ നിൽക്കുമ്പോൾ ഡീൽ നേടിയതിനാൽ റീമോർഗേജ് ചെയ്യാൻ കൂടിയ നിരക്ക് നൽകേണ്ടതായി വരും. അടുത്ത ഏതാനും മാസങ്ങൾ നിരക്ക് ഉയർന്നു തന്നെ തുടരുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സംഘർഷത്തിന് അയവ് വന്നെങ്കിൽ മാത്രമേ ഇതിൽ മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ജൂലൈയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് നിലനിർത്തിയെങ്കിലും 3 അംഗങ്ങൾ നിരക്ക് ഉയർത്തുന്നതിനെ പിന്തുണച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ വീട് വാങ്ങുന്നവരും റീമോർഗേജ് ചെയ്യുന്നവരും കൂടുതൽ കാത്തിരിക്കാതെ ഡീൽ ഉറപ്പിക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. അതിതീവ്ര ചൂടിൽ ബ്രിട്ടൻ വെന്തുരുകുകയാണ്. ഏതാണ്ട് അടുപ്പിച്ചെത്തിയ 5 ഉഷ്ണതരംഗങ്ങളും നിരവധി കാട്ടുതീകളും രാജ്യത്തെ എമർജൻസി സേവന വിഭാഗത്തിനുമേൽ ചുമത്തിയ സമ്മർദ്ദം അത്ര ചെറുതൊന്നുമായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിൽ നിന്നും തെല്ലൊരു ആശ്വാസമായി. തിങ്കളാഴ്ച UKയുടെ ചില ഭാഗങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് മെറ്റ് ഓഫീസ് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഈ വർഷത്തെ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ദിനമായി രേഖപ്പെടുത്തി. സെൻട്രൽ ഇംഗ്ലണ്ടിലും തെക്കൻ ഇംഗ്ലണ്ടിലുമായി 40 ഇടങ്ങളിലാണ് 36 ഡിഗ്രിയോ അതിൽ കൂടുതലോ താപനില രേഖപ്പെടുത്തിയത്. ഈ കാലാവസ്ഥയ്ക്ക് ചെറിയൊരു ശമനം വരുത്തിക്കൊണ്ടാണ് മഴയെത്തുന്നത്. തിങ്കളാഴ്ച ഉച്ച മുതൽ മഴ ലഭിക്കാൻ തുടങ്ങും എന്നാണ് മെറ്റ് ഓഫീസ് വ്യക്തമാക്കിയത്. അടുത്ത കാലത്തായി തുടരേണ്ട വരണ്ട കാലാവസ്ഥയ്ക്ക് ചെറിയൊരു മാറ്റം വരുന്നു. സ്കോട്ടിഷ് ഹൈലാൻഡ്സും സെൻട്രൽ സ്കോട്ട്ലൻഡും നോർത്തേൺ അയർലൻഡും മഴയെത്തും. കടുത്ത ചൂടിൽ വെന്തുരുകുമ്പോൾ ബ്രിട്ടനിൽ എയർ കണ്ടീഷനിങ് ചെയ്ത വീടുകൾക്കായുള്ള അന്വേഷണം വർദ്ധിച്ചതായി റിപ്പോർട്ട്. തുടരെ എത്തിയ ഉഷ്ണതരംഗം ആളുകളെ വീടുകൾക്കുള്ളിൽ തണുപ്പ് എങ്ങനെയെല്ലാം നിലനിർത്താം എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മെയ് 1-നും ജൂലൈ 31-നും ഇടയിലെ എയർ കണ്ടീഷനിങ് ചെയ്ത വീടുകൾക്കായുള്ള തിരച്ചിൽ തൊട്ട് മുൻപത്തെ വർഷത്തെ ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 104% വർധനവുണ്ടായതായി റിപ്പോർട്ട്.
തുടരെ തുടരെ എത്തിയ ഉഷ്ണതരംഗം ആളുകളെ വീടുകൾക്കുള്ളിൽ തണുപ്പ് എങ്ങനെയെല്ലാം നിലനിർത്താം എന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കുന്നവയാണ്. മെയ് 1-നും ജൂലൈ 31-നും ഇടയിലായി എയർ കണ്ടീഷനിംഗ് ചെയ്ത വീടുകൾക്കായുള്ള തിരച്ചിൽ തൊട്ടു മുൻപത്തെ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ 104% വർധനവ് ഉണ്ടായതായി പ്രോപ്പർട്ടി പോർട്ടലായ റൈറ്റ്മൂവ് വ്യക്തമാക്കുന്നു. ബ്രിട്ടനിലെ ഈ വർഷത്തെ 5ാമത്തെ ഉഷ്ണതരംഗത്ത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലായി താപനില 38 ഡിഗ്രി വരെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈയൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വീടുകൾക്കായി തിരച്ചിൽ നടത്തുമ്പോൾ ചൂടിനെ പ്രതിരോധിക്കാനുള്ള വീടിന്റെ കഴിവും ഉപഭോക്താക്കൾ ഗൗരവമായി പരിഗണിക്കാൻ തുടങ്ങിയതായും റൈറ്റ്മൂവ് സർവേയിൽ വ്യക്തമാക്കുന്നു. എന്തായാലും സർവേയിൽ പങ്കെടുത്തവരിൽ 12% പേർ ഇതിനോടകം തന്നെ വീടുകളിൽ എയർ കണ്ടീഷനിംഗ് സ്ഥാപിച്ചുവെങ്കിലും 61% പേർ പറഞ്ഞത് അതിനുള്ള തയ്യാറെടുപ്പിൽ എന്നാണ്. റൊമേനിയയിൽ കാണാതായ 18 വയസ്സുള്ള ബ്രിട്ടീഷ് ഹൈക്കർ ജോർജ് സ്മിത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന മൃതദേഹം ബുസഗി പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തി. ബ്രിസ്റ്റോൾ സർവകലാശാലയിലെ ജിയോളജി വിദ്യാർത്ഥിയായ ജോർജ് സ്മിത്തിനെ 2025 നവംബറിലാണ് കാണാതായത്. റൊമാനിയയിൽ കാണാതായ 18 വയസ്സുള്ള ബ്രിട്ടീഷ് ഹൈക്കർ ജോർജ് സ്മിത്തിൻ്റെതെന്ന് കരുതപ്പെടുന്ന മൃതദേഹം ബുസംഗി പർവ്വത നിരകളിൽ നിന്നും കണ്ടെത്തി. ബ്രിസ്റ്റോൾ സർവകലാശാല ജിയോളജി വിദ്യാർത്ഥിയായ ജോർജ് സ്മിത്തിനെ 2025 നവംബറിലാണ് കാണാതായത്. കഠിനമായ കാലാവസ്ഥയിലും മഞ്ഞുവീഴ്ചയിലും റൊമാനിയൻ പർവ്വത രക്ഷാസേന ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് മാസങ്ങളോളം അക്ഷീണം തിരച്ചിൽ നടത്തിയിരുന്നു. വേർപാടിന്റെ അങ്ങേയറ്റം ദുഃഖത്തിലാണെന്നും കാത്തിരിപ്പിനൊടുവിൽ ആശ്വാസമായി മൃതദേഹം തിരിച്ചറിഞ്ഞ ശേഷം അതായത് UK-യിൽ തിരികെ കൊണ്ടുവരാനുള്ള നടപടികൾ നടത്തുമെന്ന് സ്മിത്തിന്റെ കുടുംബം അറിയിച്ചു. കോപ്പിയടി ആരോപണങ്ങളെയും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളെയും തുടർന്ന് രാജിവെച്ച മുൻ കേംബ്രിഡ്ജ് പ്രൊഫസർ ജോൺ ആൻസെ സൗത്ത് ലണ്ടനിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ വേർപാടിൽ പ്രമുഖരും സഹപ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിച്ചു. അപ്രതീക്ഷിതമായ മരണമാണെങ്കിലും സംശയകരമായി ഒന്നുമില്ല എന്നും മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മരണം പല തലങ്ങളിൽ നിന്നുമുള്ള ഒരു ദുരന്തം ആണെന്നും ആൻഡി ബേണം വിശേഷിപ്പിച്ചു. വംശീയ അധിക്ഷേപവും അസ്വീകാര്യമായ പൊതുവേട്ടയാടലുമാണ് അദ്ദേഹം നേരിട്ടതെന്നും ലണ്ടൻ മേയർ സാദിഖ് ഖാനും നാഷണൽ എഡ്യൂക്കേഷൻ യൂണിയനും ആരോപിച്ചു. PhD തീസിസിലെ കോപ്പിയടി ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞയാഴ്ചയാണ് അദ്ദേഹം കേംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്രൊഫസർ സ്ഥാനം രാജിവെച്ചത്. എന്നാൽ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. വിൻഡ്രഷ് പ്രചാരകൻ സർ പാട്രിക് വെർണോ ആൻഡ്രയുടെ കുടുംബത്തിനായി ഗോ ഫൗണ്ട് മീ വഴി നടത്തിയ ഫണ്ട് സമാഹരണത്തിൽ 20,000 പൗണ്ടിലധികം തുക സമാഹരിച്ചു. ആൻഡ്രയുടെ മരണത്തിൽ കൺസർവേറ്റീവ് MP ജെയിംസ് കെവർലി തന്റെ രോക്ഷം പ്രകടിപ്പിച്ചു. എക്സിലെ ഒരു പ്രസ്താവനയിൽ അക്കാദമിക് സ്ഥാപനങ്ങളിലെ നിരവധി ആളുകൾക്ക് ഉത്തരം നൽകേണ്ട ഗൗരവകരമേറിയ ചോദ്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു കറുത്ത വംശജനെ കാണിക്കാൻ വേണ്ടി അയാൾക്ക് അർഹതയില്ലാത്ത സ്ഥാനങ്ങൾ അവർ അവനെ ആക്കി. സ്വന്തം നേട്ടത്തിനായി അവർ അവനെ ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് തള്ളിവിട്ടുവെന്നും അവർ വ്യക്തമാക്കി. ആർഡയുടെ സുഹൃത്തും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സൈമൺ ബാരൻ കോഹൻ റേഡിയോ 4ന്റെ ടുഡേ പ്രോഗ്രാമിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നുന്നുവെന്ന് പറയുകയും ചെയ്തുവെന്നും അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ വോയിസ് നോട്ടുകൾ ഉപയോഗിക്കുകയും ചെയ്തു. എന്തായാലും ബാരൻ കോഹൻ പറഞ്ഞത് ഇക്കാര്യമായിരുന്നു. ഇതിന്റെയെല്ലാം കാതൽ കുട്ടിക്കാലത്ത് ഓട്ടിസം, ഭാഷാ കാലതാമസം, പഠന വ്യത്യാസങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വൈകല്യങ്ങൾ കണ്ടെത്തിയ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അൽ ഫയാദിനെതിരായ ലൈംഗിക അതിക്രമണ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇരകളായ 143 പേരുടെ ഇമെയിൽ വിലാസങ്ങൾ അബദ്ധവശാൽ വെളിപ്പെടുത്തിയ സംഭവത്തിൽ ലണ്ടനിലെ മെട്രോപൊളിറ്റൻ പോലീസ് മാപ്പ് പറഞ്ഞു. അന്വേഷണത്തിന്റെ പുരോഗതി അറിയിച്ചുകൊണ്ട് അയച്ച പ്രതിമാസ ഇമെയിൽ സന്ദേശത്തിലാണ് വിതരണ പട്ടികയിലുണ്ടായിരുന്ന ഇരകളുടെ ഇമെയിൽ വിലാസങ്ങൾ മറ്റു 12 സ്വീകർത്താക്കൾക്ക് ദൃശ്യമാക്കുന്ന രീതിയിൽ വ്യക്തമായത്. സാങ്കേതിക തകരാറല്ല, മറിച്ച് ഒരു മനുഷ്യ പിഴവ് മൂലമാണ് ഇത് സംഭവിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. പിഴവ് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വിവരച്ചോർച്ച തടയാൻ നടപടികൾ സ്വീകരിക്കുകയും ബാധിക്കപ്പെട്ട എല്ലാവരെയും നേരിട്ട് ബന്ധപ്പെട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു. കൂടാതെ വിഷയം ഇൻഫർമേഷൻ കമ്മീഷണറെ അറിയിച്ചു. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ അവലോകനം ചെയ്തു വരികയാണെന്നും ഇത് മുൻഗണനാ വിഷയമായി അന്വേഷിക്കുമെന്നും മെറ്റ് അറിയിച്ചു. 1977-നും 2014-നും ഇടയിലുള്ള കാലയളവിൽ ഫൈദിനെതിരെ 400-ലധികം ലൈംഗിക ദുരുപയോഗ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ബലാത്സംഗം, ലൈംഗിക അതിക്രമം, മനുഷ്യക്കടത്ത്, വ്യാജ തടവ്, മയക്കുമരുന്ന് ഉപയോഗം, ശാരീരിക പീഡനം, നിർബന്ധിത ഗർഭചിത്രം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ഈജിപ്ഷ്യൻ വ്യവസായി 2023-ൽ 94 വയസ്സുള്ള യാതൊരു കുറ്റവും നേരിടാതെ മരിച്ചിരുന്നു. കേസിനോടുള്ള മെറ്റിന്റെ സമീപനത്തെ ഫാദിയാദിന്റെ ഇരകൾ വിമർശിച്ചു. ജൂണിൽ 2018-നും 2024-നും ഇടയിൽ പോലീസിന്റെ ആരോപണങ്ങൾ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച് 3 അതിജീവിച്ചവർ ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പോലീസിൽ കണ്ടക്ടർ പരാതിപ്പെട്ടിരുന്നു. അതേസമയം തന്നെ
അതിജീവിച്ച ജോവാൻ ബ്രിട്ടന്റെ കൈയക്ഷര വിവരണങ്ങൾ മെറ്റ് ഓസ്ട്രേലിയ മറ്റൊരു ഇരയ്ക്ക് അയച്ചു. മെയ് മാസത്തിൽ അന്തരിച്ച വ്യവസായിക്കെതിരെ ആരോപണങ്ങൾ കൈകാര്യം ചെയ്തതിൽ ഒരു മെറ്റ് ഓഫീസർക്കും 4 മുൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ IOPC അന്വേഷണം ആരംഭിച്ചു. കുറഞ്ഞത് 155 ഇരകൾ ഉന്നയിച്ച ആരോപണങ്ങൾ മെറ്റ് ഏജൻസി അന്വേഷിക്കുന്നുണ്ട്. ഇതിൽ കുറഞ്ഞത് 21 പേരെങ്കിലും ഫായദിന്റെ മരണത്തിന് മുൻപ് മുന്നോട്ട് വന്നിട്ടുണ്ടാകാം. 21 മാസം മുമ്പ് ആരംഭിച്ച ഓപ്പറേഷൻ കോൺ പോപ്പി ഫായദിന്റെ കുറ്റകൃത്യങ്ങൾക്ക് സഹായകരമാവുന്നു അല്ലെങ്കിൽ സഹായിച്ചേക്കാവുന്ന സാധ്യതകൾക്കുള്ള പ്രതികളെ അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച വരെ ജാഗ്രതയോടെ 4 പേരെ മാത്രമേ അവർ ചോദ്യം ചെയ്തിരുന്നുള്ളൂ. ഹാരോഡ്സിന്റെ മുൻ ഉടമയുടെ ഇരകൾ കടത്തിന്റെ കൂടുതൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. അതില്ലെങ്കിൽ കോടീശ്വരന്റെ ആരോപിക്കപ്പെട്ട ശൃംഖലയുടെ യഥാർത്ഥ വ്യാപ്തി മറഞ്ഞിരിക്കുകയാണെന്നും വാദിക്കുന്നു. ഫായദിന്റെ കൈകളാൽ പീഡനത്തിന് ഇരയായവർ സ്ഥാപിച്ച നോ വൺ എബോവ് എന്ന കൂട്ടായ്മ മെറ്റുമായി ചേർന്ന് ഒരു സംയുക്ത അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണമെന്നും നാഷണൽ ക്രൈം ഏജൻസിയോട് ആവശ്യപ്പെട്ടു. സെൻട്രൽ ലണ്ടനിലെ ആഡംബര ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലും പാരീസിലെ റിസ്റ്റഡ് ഹോട്ടലിലും ഫുൾഹാം FCയിലും ഫയദിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു സ്ഥലങ്ങളിലും നടന്നതായി പറയപ്പെടുന്ന ദുരുപയോഗത്തെക്കുറിച്ച് 421 പേർ മുന്നോട്ട് വന്നതായും ജസ്റ്റ് ഫോർ ഫയദ് ഹാരോഡ് സർവേസ് ഗ്രൂപ്പിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകർ വ്യക്തമാക്കി. UK-യിലെ ലീഡ്സ് റിവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായി മലയാളി വനിതയായ ഏഞ്ചൽ ജമീമ പോൾ നിയമിതയായി. സഭാ ശുശ്രൂഷ രംഗത്തെ വനിതകളുടെ നേതൃത്വത്തിന് കൂടുതൽ പ്രോത്സാഹനമാകുന്ന ഈ നിയമനം മലയാളി ക്രൈസ്തവ സമൂഹം സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വചന ശുശ്രൂഷയിലും ആത്മീയ നേതൃത്വത്തിലും സജീവമായി പ്രവർത്തിച്ചു വരുന്ന ഏഞ്ചൽ ജമീമ പോൾ ഇനി മുതൽ ലീഡ് റിവൈവൽ ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്ന നിലയിൽ സഭയുടെ വിവിധ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. ഈ നിയമനം UK-യിലെ മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിനും സഭാ നേതൃത്വത്തിലെ സേവനമനുഷ്ഠിക്കുന്ന വനിതകൾക്ക് പ്രചോദനമേകുന്നതാണെന്നും സഭാ വിശ്വാസികൾ അഭിപ്രായപ്പെട്ടു. ലീഡ്സ് റിവൈവൽ ചർച്ചിൽ UK മലയാളി ക്രൈസ്തവ സമൂഹത്തിനായി ആത്മീയ ശുശ്രൂഷകൾ എന്നിവയിലൂടെ ശ്രദ്ധേയമായ സേവനമാണ് നടത്തിവരുന്നത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് സഭയുടെ നേതൃത്വത്തിൽ റവറൻ പോൾ യാനി ജയരാജ് പ്രവർത്തിച്ചു വരുന്നു. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.